എമ്പുരാൻ സിനിമക്കെതിരെ സംഘപരിവാർ സൈബർ ആക്രമണങ്ങളും ഭീഷണികളും. ഒരു സിനിമയെ എന്തിന് ഇത്ര ഭയപ്പെടേണ്ട ആവശ്യം? തങ്ങൾ പറയുന്നത് ദേശസ്നേഹവും സംസ്കാരവുമാണ്. പക്ഷേ ചരിത്രം നോക്കിയാൽ നിറഞ്ഞത് കൊലപാതകങ്ങളും കലാപങ്ങളും മാത്രം. സംഘപരിവാറിന്റെ ദേശസ്നേഹം 1948 മഹാത്മാഗാന്ധിജിയുടെ വധം മുതൽ തുടങ്ങും. ദേശസ്നേഹികളുടെ മാതൃകയായ മഹാത്മാഗാന്ധിജിയെ കൊന്നതാരായിരുന്നു? ആരായിരുന്നു ആ കൊലപാതകത്തിന് പിന്നിൽ? 1992 ബാബരി മസ്ജിദിന്റെ ധ്വംസനം, മതത്തിന്റെ പേരിൽ വിദ്വേഷം കലർത്തി ഒരു സമൂഹത്തിന്റെ അവരുടെ വിശ്വാസത്തെയും പള്ളിയും തകർത്തതാരായിരുന്നു? 2002 ഗുജറാത്ത് കലാപം, നൂറുകണക്കിന് നിരപരാധികളായ മുസ്ലിങ്ങളുടെ ജീവൻ എടുത്തതാരായിരുന്നു? ആയിരക്കണക്കിന് പേരുടെ ചോര ചിന്തിയതാരായിരുന്നു? 2008 മാലേഗാവ് സ്ഫോടനം, ഉഗ്ര ഹിന്ദുത്വ ഭീകരതയുടെ യഥാർത്ഥ മുഖം വെളിവാക്കുന്ന സംഭവങ്ങളിൽ ഒന്നായിരുന്നു. നിരപരാധികളുടെ ജീവൻ എടുത്ത് തള്ളിയതാരായിരുന്നു? കൽബുർഗി, ബൻസാരെ, തബോൽക്കർ, ഗൗരി ലങ്കേഷ് കൊലപാതകങ്ങൾ, സത്യസന്ധരായ ആശയവാദികളെ കൊലപ്പെടുത്തി ഭയപ്പെടുത്താൻ ശ്രമിച്ചതാരായിരുന്നു? 2020 ദില്ലി കലാപം, പൗരത്വ നിയമത്തിനെതിരെ പ്രതിഷേധിച്ച ജനങ്ങളോട് കാണിച്ച ക്രൂരത മറക്കാനാകും? 2024 ഭരണകൂടത്തിനെതിരായവരെ ജയിലിലടക്കി. ഫാസിസത്തിനെതിരെ ശബ്ദമുയർത്തിയ രാഷ്ട്രീയ നേതാക്കളെയും പത്രപ്രവർത്തകരെയും ജയിലിലടക്കിയത് ആരുടെ ഭരണത്തിലാണ്? ഈ രാജ്യത്തിന്റെ ജനാധിപത്യം ഒടുങ്ങുന്നു. 2025 ഹോളിയുടെ പേരിൽ ആക്രമണവും, സമ്പൽ മസ്ജിദ് ആക്രമണവും, കുണാൽ കമറയുടെ ഓഫീസ് തകർത്തത് ആരായിരുന്നു? ചരിത്ര പുസ്തകങ്ങൾ ചുട്ടുകളയാം, മാധ്യമങ്ങളെ കൈവശപ്പെടുത്താം, പക്ഷെ സത്യം ഒരിക്കലും മറച്ചു വെക്കാനാവില്ല. ഇസ്മി മുഹമ്മദ് ഫലാ സൈനിങ് ഓഫ്. ബൈ ബൈ.